ജീവിതത്തിൽ നിരാശകൾ കടന്നു വരാം, പക്ഷേ സ്തുതിയാലാണ് ജയിക്കുന്നത്. സ്തുതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കട്ടെ, സ്തുതിക്കുന്നവൻ ജയിക്കുന്നവനാണ്. ഒരിക്കൽ കൂടെ, സ്തുതിക്കുന്നവൻ ജയിക്കുന്നവനാണ്. സ്തുതിക്കുന്ന വീട്ടിൽ ജയം ഉണ്ട്, സ്തുതിക്കുന്ന വ്യക്തിക്ക് ജയമുണ്ട്. സ്തുതിക്കുന്നവൻ വാഗ്ദത്തത്തെ പിടിക്കുന്നവനായിരിക്കും. അബ്രഹാം വാഗ്ദത്തം കേട്ടു, മോശ ദൂരത്തുനിന്ന് വാഗ്ദത്തം കണ്ടു, യോശുവ വാഗ്ദത്തത്തിലേക്ക് കടന്നു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ വാഗ്ദത്തത്തിൽ കടന്നതായ സ്തോത്രം യോശുവ മരിക്കുകയുണ്ടായി. യോശുവ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത് ആരാണ് ദേശത്തെ പിടിപ്പാനായി പുറപ്പെടേണ്ടതെന്ന് ഇസ്രായേൽ ദൈവത്തോട് ആലോചന ചോദിച്ചു. ഞാൻ പറയുന്നത് സ്തോത്രം ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതലാണ്. ഇനി ആരാണ് പുറപ്പെടേണ്ടത് എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് ഒന്നാമത് രൂബേൻ പുറപ്പെടട്ടെ, സീനിയോറിറ്റി അനുസരിച്ച് രണ്ടാമത് ശിമിയോൻ പുറപ്പെടട്ടെ, പിന്നെ ലേവി പുറപ്പെടട്ടെ എന്നല്ല ദൈവം പറഞ്ഞത്. എന്നാൽ കർത്താവ് സീനിയോറിറ്റി അല്ല നോക്കുന്നത്, ദൈവം ഇന്ന് പകലും ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. ആ കർത്താവ് പറഞ്ഞു, യഹൂദ പുറപ്പെടട്ടെ, യഹൂദ പുറപ്പെടട്ടെ. പിടിക്കപ്പെട്ടിട്ടില്ലാത്ത വാഗ്ദത്തങ്ങളെ കീഴടക്കുവാൻ, പിടിക്കപ്പെട്ടിട്ടുള്ള വാഗ്ദത്തങ്ങളെ അത് പിടിച്ചെടുക്കുവാൻ സ്തുതിക്കുന്നവൻ പുറപ്പെടട്ടെ. അതുകൊണ്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് കിട്ടിയിട്ടില്ല, ജീവിതത്തിൽ പലതും കണ്ടിട്ടില്ല. ദൈവം പറഞ്ഞതാണ് പക്ഷേ ഇതുവരെ അത് കണ്ടില്ല. ജീവിതത്തിൽ ദൈവം പറഞ്ഞതാണ് പക്ഷേ ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയില്ല എന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ ദൈവത്തെ കൃപയാൽ പ്രൈസ്, സ്തുതി എന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ, സ്തുതി എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ ലൈഫ് ഒരിക്കലും സ്റ്റാഗ്നൻ്റ് അല്ല, ജീവിതം ഒരിക്കലും സ്തോത്രം സ്തംഭന അവസ്ഥയിലല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലേക്ക് നിങ്ങൾ മുന്നേറുന്നവരായിരിക്കും. ശ്വസിക്കാതിരിക്കാൻ കഴിയത്തില്ല, അതേപോലെ പ്രാധാന്യമാണ് എനിക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല.